നമ്മൾ ഇപ്പോൾ കോട്ടയത്തെ വത്തിക്കാനിൽ നിന്ന് നമ്മൾ വത്തിക്കാനിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ പോപ്പിന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് തിരുപ്പിറവി ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. നിമിഷമാണ്. ജൂബിലിയോടനുബന്ധിച്ച് മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് ഇങ്ങനെ വാതിൽ തുറക്കാനുള്ള അവകാശമുള്ളത്. വിശുദ്ധ വാതിൽ തുറന്നിരിക്കുന്നു. മറ്റന്നാൾ ഡിസംബർ 26-ാം തീയതി റോമിലെ ഒരു ജയിലിൻ്റെ വാതിലും മാർപ്പാപ്പ തുറക്കും. അതും ഒരു ആചാരപരമായ ചടങ്ങാണ്. ഈ തടവുകാരായിട്ടുള്ള ആൾക്കാർ പുതിയ ജീവിതത്തിലേക്ക് വരട്ടെ എന്നുള്ള ആഹ്വാനമായിട്ടാണ് അങ്ങനെ ഒരു വാതിൽ തുറവി ഉള്ളത്. അത് ഡിസംബർ 26-നാണ്. അത് ഇതിന് ശേഷമുള്ള സെൻറ്റ് സ്റ്റീഫൻ്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ ജയിൽ പുള്ളികൾക്കായി അല്ലെങ്കിൽ തടവുകാർക്കായിട്ടുള്ള വാതിൽ തുറക്കുന്നത്. വിശുദ്ധവാതിലിലൂടെ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വീൽ ചെയറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോർത്ത സാന്ത എന്നാണ് ഈ വാതിൽ അറിയപ്പെടുന്നത്. അതായത് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്ത് 5 വാതിലുകളുണ്ട്. ആ അതിലുകളിൽ വടക്കേയറ്റത്തുള്ള വലിയ വാതിൽ, അതാണ് ഈ ജൂബിലി ആചരണത്തോടനുബന്ധിച്ച് മാത്രമാണ് ആ വാതിൽ തുറക്കുന്നത്. അത് നേരത്തെ ജെയിംസ് സാർ പറഞ്ഞതുപോലെ പോപ്പിന്റെ മാർപ്പാപ്പയുടെ പൂർണ്ണ അധീനതയിലാണ്. അത് അടയ്ക്കാനും തുറക്കാനും അധികാരമുള്ള ഒരേ ആൾ പോപ്പ് തന്നെയാണ്. ഇത് അറിയപ്പെടുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന പേരിലാണ്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി എന്ന രീതിയിൽ കൂടിയാണ്. ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് അറിയപ്പെടുന്നത് വിശുദ്ധ പത്രോസാണ്, ക്രിസ്തുവിന്റെ ശിഷ്യൻ. അപ്പോൾ പത്രോസിന്റെ സിംഹാസനം ഇരിക്കുന്നത് റോമിലാണ്, വത്തിക്കാനിലാണ്. അപ്പോൾ പത്രോസ് ആണെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ മാർപ്പാപ്പ വധിക്കപ്പെടുന്നത് തല കീഴായിട്ടാണ്. യേശു ക്രിസ്തുവിനെ വധിച്ചത് നേരെ കുരിശിൽ കിടത്തിയാണെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധ പത്രോസിനെ വധിക്കാൻ പോയപ്പോൾ പറഞ്ഞത്, എൻ്റെ ഗുരു മരിച്ച പോലെ, കൊല്ലപ്പെട്ടതുപോലെ ഞാൻ കൊല്ലപ്പെടാൻ അർഹനല്ല, അതുകൊണ്ട് എന്നെ തല കീഴായി തൂക്കണം എന്ന് വിശുദ്ധ പത്രോസ് ആവശ്യപ്പെടുകയും അങ്ങനെ തല കീഴായിട്ടാണ് വിശുദ്ധ പത്രോസിനെ കുരിശിലേറ്റിയത്. അവിടെ തന്നെ ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം വന്നു എന്നുള്ളത്. 266 മാർപ്പാപ്പമാർ, കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് 266 മാർപ്പാപ്പമാർ, അതിലെ 266-ാമത്തെ മാർപ്പാപ്പയാണ് ഇപ്പോൾ ഈ വിശുദ്ധ വാതിൽ തുറന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. ജസ്യൂട്ട് സഭാംഗമായ ആദ്യത്തെ മാർപ്പാപ്പ. ഒരുപക്ഷെ ജസ്യൂട്ട് സഭയിൽ നിന്ന് അവരാരും ആവാറില്ല. തിങ്കിങ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അവരങ്ങനെ ആവാറില്ല. ഇറ്റലിക്ക് പുറത്തു നിന്ന് എത്രയോ കാലം 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു ഇറ്റലിക്കും യൂറോപ്പിലും പുറത്തു നിന്നൊരു മാർപ്പാപ്പ വരുന്നത്. ഇറ്റലിക്ക് പുറത്തുനിന്നുണ്ടായിട്ടുണ്ട്. പോളണ്ടുകാരനായിട്ട് ജോൺ പോൾ രണ്ടാമൻ, ജർമ്മൻകാരനായിട്ടുള്ള ബെനഡിക്ട് 16-ാമൻ. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റലിയിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് പോയ ഒരു കുടുംബത്തിലെ അംഗമാണ്. അർജന്റീനക്കാരനാണ്. ബെർഗോളിയ ആയിരുന്നു പേര്. മാർപ്പാപ്പയായപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേര് സ്വീകരിച്ചത്.